ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഈ വരുന്ന വാർഷിക പരീക്ഷയുടെ മലയാളത്തിൻ്റെ കേരള പാഠാവലിയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, നമുക്കാദ്യം പരീക്ഷയുടെ മുന്നായിട്ട് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 3-4 ചോദ്യങ്ങളിൽ A, B എന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം, എഴുതാം. പുറത്തു നിന്നുള്ള ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ കോട്ടേജ് ഒരല്പം പരുക്കൻ സ്ഥലമായിരുന്നു. എന്നാൽ ഓക്കുമരങ്ങളുടെയും പൈൻ മരങ്ങളുടെയും ഇടയിൽ മലയിൽ അത് മനോഹരമായി കാണപ്പെട്ടു. വലിയൊരു ഹാളിന് ഇരുവശത്തുമായി ചെറിയ മുറികൾ ക്രമീകരിച്ചിരുന്നു. വീടിനെ ചുറ്റി വിശാലമായൊരു നടപ്പാത ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും മലങ്കാറ്റ് വീശിയിരുന്നു. മരങ്ങളുടെ സുഗന്ധത്താൽ പൂരിതമായിരുന്നു അത്. ഞങ്ങൾ നടപ്പാതയിലാണ് മിക്കവാറും സമയം ചെലവഴിച്ചത്. അവിടെ ഞങ്ങൾ ജോലി ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും ചെയ്തു. പുറകുവശത്തായി വലിയൊരു ബട്ടർനട്ട് മരമുണ്ടായിരുന്നു. അതിനു ചുറ്റുമായിട്ടായിരുന്നു നടകൾ കെട്ടിയിരുന്നത്. മുൻവശത്തെ മരങ്ങൾ വളരെ അടുത്തായിരുന്നു. അവയെ എനിക്ക് തൊടാനും അവയുടെ ശിഖരങ്ങളെ കാറ്റുലയ്ക്കുന്നത് അനുഭവിച്ചറിയാനും കഴിഞ്ഞിരുന്നു. ഇത് ഹെലൻ കെല്ലറുടെ എൻ്റെ ജീവിതകഥ എന്നതിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഇതിനെ ആസ്പദമാക്കി ആദ്യം 5 ചോദ്യങ്ങളുണ്ട്. ചോദ്യം 1, കോട്ടേജ് എങ്ങനെയുള്ള സ്ഥലമായിരുന്നു? ചെറിയ, പരുക്കൻ, സുഗന്ധപൂരിതം, വിശാലമായത്. ആദ്യം തന്നെ ആ പാസേജ് വായിച്ചു നോക്കുക. ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, ഞങ്ങളുടെ കോട്ടേജ് ഒരല്പം പരുക്കൻ സ്ഥലമായിരുന്നു. അപ്പോൾ പരുക്കൻ എന്നതാണ് ഉത്തരം. ചോദ്യം 2, മലങ്കാറ്റ് വീശിയത് എവിടെയായിരുന്നു? ഹാളിനിരുവശത്തും വീടിനെ ചുറ്റി വിശാലമായ നടപ്പാതകളിൽ ചെറിയ മുറികളിൽ. വീടിന് ചുറ്റുമുള്ള നടപ്പാതകളിലായിരുന്നു അല്ലേ ഇളങ്കാറ്റ് വീശിയിരുന്നത്, മലങ്കാറ്റ് വീശിയിരുന്നത്. അപ്പോൾ വിശാലമായ നടപ്പാതകളിൽ. ചോദ്യം 3, താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായതേത്? ഞങ്ങൾ നടപ്പാതകളിൽ സമയം ചെലവഴിച്ചു. 2, മരങ്ങൾ തീരെ ഇല്ലാത്ത സ്ഥലമായിരുന്നു അത്. അപ്പം ഇതിൽ ഓപ്ഷൻ A 1 ശരി, 2 തെറ്റ്. B 1, 2 ശരി. C 1, 2 തെറ്റ്. D 1 തെറ്റ്, 2 ശരി. ഇതിൽ 1 ശരി, 2 തെറ്റ്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചോദ്യം 4, കാര്യകാരണ ബന്ധം നോക്കി ശരി ഉത്തരം കണ്ടെത്തുക. കാര്യം, മരങ്ങളുടെ സുഗന്ധത്താൽ പൂരിതമായിരുന്നു അത്. കാരണം, അവിടെ മലങ്കാറ്റ് വീശിയിരുന്നു. കാര്യവും കാരണം തെറ്റാണ്. കാര്യം ശരി, കാരണം തെറ്റ്. കാര്യവും കാരണവും ശരിയാണ്. കാരണം ശരി, കാര്യം തെറ്റ്. ഇതിലെ കാര്യവും കാരണവും എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, വലിയ ഹാളിന് ഇരുവശത്തും വലിയ മുറികൾ ഉണ്ടായിരുന്നു. 2, മുൻവശത്ത് മരങ്ങൾ വളരെ അടുത്തായിരുന്നു. 3, അവയെ തൊടാനും ശിഖരങ്ങളെ കാത്തുലയ്ക്കുന്നത് അനുഭവിക്കാൻ കഴിഞ്ഞു. ഓപ്ഷൻ A 3 ശരിയാണ്. B 2, 3 ശരിയാണ്. C 1, 2 ശരി, 3 തെറ്റാണ്. D 2 ശരി, 1, 3 തെറ്റാണ്. ഈ പ്രസ്താവനകളിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ B 2ഉം 3ഉം ശരിയാണ്. പ്രവർത്തനം 2, കുറിപ്പ്. അയ്യോ, അതുമാത്രം പറഞ്ഞുകൂടാ അമ്മേ. ചെമ്പകപ്പൂവായി മാറിയ കുട്ടി അതുമാത്രം പറഞ്ഞുകൂടാ എന്ന് അമ്മയോട് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ചെമ്പകപ്പൂവായി മാറിയ കുട്ടി അമ്മ സന്ധ്യാസമയത്ത് പശുത്തൊഴുത്തിലേക്ക് പോകുന്ന നേരത്ത് ചെമ്പകമരത്തിൽ നിന്നും ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ പഴയ കുട്ടിയായി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുന്നു. അപ്പോഴും അമ്മയുടെ ചോദ്യം ഇതുമാത്രമായിരുന്നു: വികൃതി, നീ ഇതുവരെ എവിടെയായിരുന്നു? ചെമ്പകപ്പൂവാകുക എന്നത് അവൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു പകൽ മുഴുവനും അവിടെ തന്നെ ഇരിക്കുന്നു. അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കാനും സന്ധ്യയോടെ അമ്മയുടെ അടുക്കലെത്താനും അവൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് പകൽ മുഴുവനും തങ്ങിയത് എന്ന അമ്മയുടെ ചോദ്യത്തിന് അതുമാത്രം പറയില്ല അമ്മേ എന്ന് മറുപടിയും പറയുന്നു. മറഞ്ഞിരിക്കുന്ന തന്നെ അമ്മ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം എന്ന ഒരു ചിന്തയാണ് ഇവിടെ കാണാനുള്ളത്. ഇതിലെ B ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായി എഴുതുക. A, ലില്ലിച്ചെടി. അതിനെ പിരിച്ചെഴുതിയിട്ടുള്ളതാണ് തന്നിട്ടുള്ളത്. ലില്ലി ചെടി, ലില്ലി ചെടി, ലിലി ചെടി. ഇതിൽ 1ാമത്തേതാണ് ശരി. ലില്ലി അധികം ചെടിയാണ് ലില്ലിച്ചെടി. C, മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു എന്ന വാക്കിന് താഴെ നൽകിയതിൽ ഏതർത്ഥമാണ് ശരിയായിട്ടുള്ളത്? A, കണ്ണുകളിൽ തീയിടുക.
ബി ദേഷ്യം വന്ന് കണ്ണുകൾ ചുവന്നത്, സി അടുപ്പിൽ നിന്നും തീപ്പൊരികൾ കണ്ണിൽ പതിക്കുക, ഡി ദേഷ്യം വന്ന് കരയുക. ദേഷ്യം വന്ന് കണ്ണുകൾ ചുവന്നത് എന്നതാണ് അതിൻ്റെ ഉത്തരം. പ്രവർത്തനം 3, അതിൽ എയും ബിയും ചോദ്യങ്ങളുണ്ട്. ചോദ്യം എ, വിശകലനക്കുറിപ്പ്. വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം, സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം. പന്തങ്ങൾ എന്നുള്ള കവിതയിൽ നിന്നുള്ള 2 വരികളാണ്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ പന്തങ്ങൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇത്. പണ്ടുകാലത്ത് പൂർവ്വപിതാമഹർ കല്ലുകൾ ഉരസിയാണ് തീ ഉണ്ടാക്കിയത്. അത് വലിയൊരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. തീയിൽ ആഹാര സാധനങ്ങൾ വേവിക്കാനും ഇരുമ്പുപയോഗിച്ച് കാർഷിക ഉപകരണങ്ങൾ രൂപപ്പെടുത്താനും അവർക്കായി. കണ്ടുപിടുത്തങ്ങൾ അവരുടെ ജീവിതഗതിയെ മാറ്റിത്തീർത്തു. വന്നു പിറന്നത് ചുവന്ന നിറമുള്ള വാളുപോലെ മൂർച്ചയുള്ളതും അതേപോലെ ഉപകാരപ്രദവുമായ തീ എന്ന ആയുധമാണ്. അതുപയോഗിച്ച് ധാരാളം പുതിയ പുതിയ അറിവുകൾ അവർ നേടി. ഇരുട്ടിൽ കഴിഞ്ഞവർക്ക് പുതിയ ചിന്തകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ലോകത്തെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. വൻ മാറ്റത്തിന് തുടക്കം കുറിക്കാനുമായി. ഇതിൽ തന്നെയുള്ള ബി ചോദ്യം, ഈറൻ മുടിയിഴകൾ ചുമലിലേക്ക് വിതുർത്തിയിട്ട് ഈ ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപൂവിൻ്റെ മണം തീർച്ചയായും അമ്മ ശ്രദ്ധിക്കും. അത് എന്നിൽ നിന്നാണ് വരുന്നതെന്നറിയാതെ. ചെമ്പകപ്പൂവ് എന്നുള്ള കവിതയിൽ നിന്നുള്ള ഭാഗമാണ്. വരികൾ വിശകലനം ചെയ്ത് ആശയം വിശദമാക്കുക. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചെമ്പകപ്പൂവ് എന്ന കവിത ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള അഗാധ സ്നേഹത്തിന്റെ ഒളിച്ചുകളിയുടെ കഥയാണ് പറയുന്നത്. രാവിലെ മുതൽ ചെമ്പകമരത്തിലെ ഒരു പൂവായി ഒളിച്ചു കളിക്കാൻ കുഞ്ഞ് ആഗ്രഹിക്കുന്നു. ചെമ്പകത്തിൽ ഒരു പൂവായി വിരിഞ്ഞ് ഇളം കാറ്റിനൊപ്പം തല കുലുക്കുകയും തളിരിലകൾക്കു മീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ അമ്മ തന്നെ തിരിച്ചറിയുമോ എന്ന് കുട്ടി ആശങ്കപ്പെടുന്നു. ഇടയ്ക്ക് അമ്മ വിളിച്ചു ചോദിക്കും, കുട്ടി നീ എവിടെയാണ്? അപ്പോൾ ഇലകൾക്കിടയിലേക്ക് ഒന്നുകൂടി പതുങ്ങി താൻ ഊറിച്ചിരിക്കുമെന്ന് കുട്ടി പറയുന്നു. കുളി കഴിഞ്ഞ് ഈറൻ മുടിയിഴകൾ ചുമലിൽ വിതുർത്തിയിട്ട് അമ്മ നടന്നു പോകുമ്പോൾ ഒരു പുതുപൂവിന്റെ മണം അമ്മയെ ആകർഷിക്കും. ഇപ്പോഴും അമ്മ അറിയില്ല ആ മണം വരുന്നത് ചെമ്പകപ്പൂവായി മാറിയ തൻ്റെ കുട്ടിയുടേതാണെന്ന്. ഇവിടെ കുട്ടിയുടെ ആഗ്രഹങ്ങൾ മനോഹരമായിട്ടാണ് കവി വരച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോഴും അമ്മയുടെ ശ്രദ്ധ തന്നിൽ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ ഇവിടെ കാണാനാകും. അമ്മയിൽ നിന്നും ഒളിച്ചു നിൽക്കാൻ ഒരു ചെമ്പകപ്പൂവായി മാറിയാൽ മതി എന്ന് കുട്ടി കരുതുന്നു. ഇടയ്ക്കിടെ തന്നെ ശ്രദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും കുട്ടി കരുതുന്നു. കുട്ടിയുടെ അത്തരം ചിന്തകളും മനോഹരമായ സങ്കല്പങ്ങളും നിറച്ചുവെച്ച ഈ കവിത നമ്മെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്യുന്നു. പ്രവർത്തനം 4 എ ചോദ്യം, പ്രതികരണക്കുറിപ്പ്. മാലോടിഴയും മർത്യാത്മാവിനു മേലോട്ടുയരാൻ ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവയി പന്തങ്ങൾ. മനുഷ്യ പുരോഗതിയിൽ തീയുടെ കണ്ടുപിടുത്തം വലിയ മാറ്റങ്ങൾ വരുത്തി. ഈ അഭിപ്രായത്തോട് പ്രതികരിക്കുക. പന്തങ്ങൾ എന്ന കവിതയിലൂടെ വൈലോപ്പിള്ളി നമുക്ക് പകർന്നു നൽകുന്നത് മനുഷ്യന്റെ പുരോഗതിയിൽ തീയുടെ കണ്ടുപിടുത്തം വഹിച്ച പങ്കിനെ കുറിച്ചാണ്. കാടുകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യന്റെ മുൻപിൽ പൂർണ്ണമായും ഇരുട്ടായിരുന്നു. വെളിച്ചത്തിന്റെ ഒരു കണിക പോലും എവിടെയും കാണാൻ സാധിച്ചിരുന്നില്ല. അതിനിടയിലാണ് തീയുടെ വെളിച്ചം അവനിലെത്തിയത്. തീയുടെ വെളിച്ചം മാത്രമല്ല, അതിൽ നിന്ന് ലഭിച്ച അറിവ് അതിനപ്പുറത്തായിരുന്നു. അവൻ തീയുടെ സഹായത്താൽ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളെ കീഴ്പ്പെടുത്തി. പലതും വേവിച്ചു കഴിച്ചു. കൃഷി ചെയ്യാൻ കഴിഞ്ഞു. അതിനായി പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞു. ഇതെല്ലാം തീയുടെ ഉത്ഭവത്തോടെ മാത്രം സംഭവിച്ചതാണ്. തീയുടെ കണ്ടെത്തൽ നൽകിയ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതല്ലെങ്കിൽ 4 ബി ചോദ്യം, അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞു. ആകാശം കറക്കുകയാണെന്ന് മനസ്സിലായി. ഭൂമിയിൽ നിന്നൊരു പ്രത്യേക തരം ഗന്ധം ഉയർന്നു വരാൻ തുടങ്ങി. കൊടുങ്കാറ്റിന് മുൻപുള്ള ഗന്ധമാണതെന്ന് എനിക്കറിയാമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്തൊരു ഭയം എന്നെ പിടികൂടി. കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല, ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി. ഹെലൻ കെല്ലറുടെ ആദ്യ പാഠങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് അല്ലേ. ഈ സംഭവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പാക്കുക. ഹെലൻ കെല്ലർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ വളരെ തീക്ഷ്ണമാണ്. കണ്ടും കേട്ടും അറിഞ്ഞുമാണ് നാം ഓരോ കാര്യവും പഠിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ കാഴ്ചകൾ കാണാനാവാതെ പരിമിതി നിറഞ്ഞൊരു ജീവിതമായാണ് ഹെലൻ കെല്ലർ ഇവിടെ ജീവിച്ചു പോയത്. സാധാരണ മനുഷ്യനേക്കാൾ തീവ്രതയോടെ ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ അവർ ശ്രമിച്ചു. ഇതിനിടയിലാണ് ഒരു മരം കയറ്റ അനുഭവം അവർ വിവരിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം വരികയും കൊടുങ്കാറ്റ് ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് അവരുടെ ടീച്ചർ കൂടെ ഉണ്ടായിരുന്നില്ല. പറഞ്ഞറിയിക്കാനാവാത്തൊരു ഭയം അവരിൽ നിറഞ്ഞു. ഭൂമിയിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു.
ഒരു സാധാരണ കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയേ ചിന്തിക്കൂ. കാരണം കൊടുങ്കാറ്റ് വരുമ്പോൾ ആ മരത്തിൽ തന്നെ അള്ളിപ്പിടിക്കാൻ മാത്രമേ അവർക്കാവുകയുള്ളൂ. എന്നാൽ പരിമിതിയുള്ള ഒരു കുട്ടി എന്ന നിലയ്ക്ക് വല്ലാത്തൊരു ഭയം അവരിൽ നിന്നും പുറപ്പെട്ടു. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് ഹെലൻ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. എല്ലാ നേരങ്ങളിലും സഹായിക്കുന്ന അവരുടെ പ്രിയ ടീച്ചർ എത്തുന്നതിന് മുൻപ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. പ്രവർത്തനം 5. വായനാനുഭവം. നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു കഥയുടെ വായനാനുഭവം തയ്യാറാക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ലിയാമോ ഫ്ലാഹർട്ടി എഴുതിയ ആദ്യത്തെ പറക്കൽ. കടൽ തീരത്തെ പാറക്കൂട്ടങ്ങളിൽ ജീവിക്കുന്ന കടൽക്കോഴികളുടെ കഥയാണിത്. പ്രകൃതിയിൽ നിന്ന് പലതും നിരീക്ഷിച്ചു പഠിക്കാനാവും. മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഉടനെ തന്നെ ആർക്കും പറക്കാനാവില്ല. മുട്ടയിൽ നിന്ന് വിരിഞ്ഞതിനു ശേഷം പറക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കുഞ്ഞു കടൽക്കോഴി കുഞ്ഞിനെ ഇതിൽ കാണാം. മീനുമായി ദൂരെ നിന്ന് അമ്മക്കോഴി അവനെ പ്രലോഭിപ്പിക്കുന്നു. അങ്ങോട്ട് എത്തണമെങ്കിൽ വെള്ളത്തിനു മുകളിലൂടെ പറന്നേ പറ്റൂ. നോക്കെത്താ ദൂരം പറന്നു കിടക്കുന്ന സമുദ്രം കടൽക്കോഴി കുഞ്ഞ് പരിഭ്രമത്തോടെ നോക്കി നിൽക്കുന്നു. ഒരു പകൽ മുഴുവൻ തൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും ചുറ്റി പറന്നു വന്ന് തന്നെ പറക്കാൻ പ്രേരിപ്പിക്കുന്നത് അവൻ മനസ്സിലാക്കുന്നുണ്ട്. സഹോദരന്മാർ തനിക്ക് തൊട്ടു മുൻപ് പിറന്നവരാണ്. അവർ ആദ്യം പറന്നു കാണിച്ച് തനിക്ക് വഴി കാട്ടിയിട്ടുണ്ട്. എങ്കിലും സമുദ്രത്തിന്റെ പരപ്പ് കാണുമ്പോൾ അവന് പേടി മാറുന്നില്ല. വിശന്നിട്ട് നിലവിളിക്കുകയാണ് അവൻ. അവന്റെ നിലവിളി അമ്മ കേൾക്കുന്നുണ്ട്. അമ്മ ഒരു മീൻ കൊത്തിയെടുത്ത് അവന്റെ അടുത്തുവരെ പറന്നു ചെന്ന് വീണ്ടും തിരിച്ചു പറക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് പറക്കുകയേ നിവർത്തിയുള്ളൂ എന്ന്. അവൻ ആഞ്ഞു ശ്രമിക്കുകയാണ്. അവൻ പറക്കാൻ തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ അച്ഛനും സഹോദരങ്ങളും അവനെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ അവൻ നിലവിളിച്ചുകൊണ്ട് പൊങ്ങി പറക്കാൻ തുടങ്ങി. കുടുംബക്കാരും ഉറക്കെ കരഞ്ഞു വിളിച്ചു. അത് അവനുള്ള സ്തുതിയായിരുന്നു. അങ്ങനെ അവൻ ആദ്യമായി പറന്നു. അക്കരയിലെത്തിയപ്പോൾ ഡാഗ് മത്സ്യത്തിന്റെ കഷ്ണങ്ങൾ അവരെല്ലാം കൂടി അവന്റെ ചുണ്ടുകളിൽ വെച്ചു കൊടുത്തു. ഇതാണ് ആദ്യത്തെ പറക്കൽ എന്ന കഥയുടെ സാരം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രസിദ്ധ എഴുത്തുകാരൻ പൗലോ കൊയ്ലോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കൊച്ചു കടൽക്കോഴിയുടെ കഥയിൽ നിന്നും ഇതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രമിക്കാതിരുന്നാൽ നാം പരാജയപ്പെടുകയേയുള്ളൂ. ഒരു ചെറിയ ശ്രമം പോലും വിജയത്തിലേക്കുള്ള പാതയാണ് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവർത്തനം 6. അനുഭവക്കുറിപ്പ്. അറിഞ്ഞിടുമ്പോൾ നമ്മൾക്കറിയാം, അറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. പി. മധുസൂദനന്റെ വരികളാണ്. ആദ്യത്തെ പറക്കൽ എന്ന കഥയിൽ ഒരു കുഞ്ഞു പക്ഷിയുടെ ആദ്യ പറക്കൽ അനുഭവം വിവരിക്കുന്നുണ്ട്. ചില പുതിയ അനുഭവങ്ങൾ നേടുമ്പോൾ നമുക്ക് തോന്നും അറിയാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന്. അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു അനുഭവം കുറിപ്പാക്കി മാറ്റുക. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അടുത്തുള്ളൊരു ഗ്രാമത്തിലെ കൃഷിയിടം സന്ദർശിക്കാൻ പോയതാണ് എൻ്റെ ജീവിതത്തിൽ പുതിയൊരു ചിന്തയ്ക്ക് തുടക്കമിട്ടത്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം അറിവ് നേടിയിരുന്ന എനിക്ക് ആ യാത്ര ശരിക്കും ഒരു കണ്ണു തുറപ്പിക്കലായിരുന്നു. പാടത്ത് ജോലി ചെയ്യുന്ന രാഘവൻ ചേട്ടനോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ വലിയൊരു ലോകം പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഓരോ ചെടിയും എപ്പോൾ നടണം, മണ്ണിന്റെ മാറ്റം എങ്ങനെ തിരിച്ചറിയാം, മഴയുടെ മണം നോക്കി കാലാവസ്ഥ എങ്ങനെ പ്രവചിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം വാതോരാതെ സംസാരിച്ചു. ഒരു വിത്ത് മുളച്ചു വരുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒരു വലിയ പരീക്ഷ ജയിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒട്ടും കുറവല്ലെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ആ സന്ദർശനം എനിക്ക് നൽകിയ ചില പാഠങ്ങൾ ഇവയാണ്. ലോകം വലിയൊരു വിദ്യാലയമാണ്. ചുറ്റുമുള്ള ഓരോ മനുഷ്യനിൽ നിന്നും ഓരോ പ്രകൃതി പ്രതിഭാസത്തിൽ നിന്നും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ എത്ര പഠിച്ചാലും അറിയാത്ത കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ടെന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ വിനീതരാക്കും. കണ്ണു തുറന്ന് പ്രകൃതിയെ നിരീക്ഷിച്ചാൽ ഓരോ ദിവസവും നമുക്ക് പുതിയ പാഠങ്ങൾ ലഭിക്കും. എനിക്കെല്ലാം അറിയാം എന്ന ചിന്തയേക്കാൾ എനിക്കിനിയും ഏറെ പഠിക്കാനുണ്ട് എന്ന ചിന്തയാണ് നമ്മെ മികച്ച മനുഷ്യരാക്കുന്നത്. പുതിയ അനുഭവങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം ഓരോ പുതിയ അനുഭവവും നമ്മുടെ ചിന്തകളെ വളർത്തുന്ന വളമാണ്. ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്